ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് അക്ഷയയിൽ പോകണം. എനിക്ക് അയാൻ്റെ പാസ്പോർട്ട് ഒന്ന് റിന്യൂ ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങാനുണ്ട്. വിഷു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെയൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അയാനെ ഞാൻ അവിടെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്താക്കിയിട്ട് അവനറിയാതെയാണ് പോകുന്നത്. ഞാൻ പോകുന്നതൊന്നും അറിയില്ല. രാവിലെ അവിടെ പോയതാണ്. അക്ഷയ സെൻറ്റർ നമുക്ക് ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഷൂറാക്കിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ പോയിട്ട് കാണാം. ഇവിടെയാണ് ഒടുക്കത്തെ വെയിലാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പുറത്തൊന്നും അങ്ങനെ ഇറങ്ങാറില്ല. ആവശ്യത്തിന് മാത്രമേ ഇറങ്ങാറുള്ളൂ. നല്ല വെയിലാണ്. നമ്മൾ ഇവിടെ മരയെല്ലാം കുറവാണല്ലോ, അതുകൊണ്ട് നല്ല വെയിലാണ്. ഇവിടെ സിഗ്നലിൽ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മൾ അക്ഷയ സെൻറ്റർ. ഞാനിവിടെ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു, കാരണം സെർവർ ഡൗൺ ആയിരുന്നു. പിന്നെ ഞാൻ നേരെ പയ്യന്നൂർ മാളിൽ പോയി. എനിക്ക് വെജിറ്റബിൾസൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ പോയി ഞാൻ അവിടുന്ന് ഒരു ഷെയ്ക്കൊക്കെ കുടിച്ചു. ചൂട് നല്ലപോലെ ടയേർഡായിപ്പോയി. പിന്നെ നേരെ അവിടെ പോയി വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. അത്യാവശ്യം ഈ ഉള്ളി, വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങളും കറി വെക്കാനും മാത്രം, അല്ലാതെ ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും 2 ആയി. പിന്നെ വേഗം ആ വെജിറ്റബിൾസൊക്കെ എടുത്ത് കൊണ്ടുവച്ചു. ഫ്രിഡ്ജ് തുറന്നു കുറച്ച് തണുത്ത വെള്ളം കുടിച്ചു. അപ്പോൾ കുറച്ചൊരാശ്വാസം കിട്ടി. ഫ്രിഡ്ജൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല. അത് പിന്നെ ഞാൻ കുറച്ചും കൂടെ വൃത്തിയാക്കിയിട്ട് കാണിക്കാം. ഇപ്പോൾ കുറച്ച് അലങ്കോലമായിട്ടുള്ളത് എല്ലാം എടുത്ത് വെക്കണം. ഈ വാട്ടർ ബോട്ടിൽസൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അഗാരോൻ്റെ ബോറോസിലിക്കൽ ഗ്ലാസ് ടൈപ്പാണിത്. എൻ്റെതൊരു സെൻസിറ്റീവ് ടൈപ്പ് സ്കിന്നാണ്. അപ്പോൾ വെയിലത്തെല്ലാം പോയാൽ പെട്ടെന്ന് എനിക്കൊരു എന്താ പറയുക, ഇച്ചിങ് പോലെയോ അങ്ങനെയൊക്കെ തോന്നും. എന്തോ ഒരു ബേണിങ് പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു. അത് ടിഷ്യൂ എടുത്തിട്ട് വൈപ്പ് ചെയ്തു. പിന്നെ ബാക്കി വാങ്ങിച്ച സാധനങ്ങളിൽ എടുത്തു വെച്ചു. ഇത് ഞാനൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചതാണ്. അയാൻ കാണാതെ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുകയെന്ന്. അല്ല, കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും, തരുമോ ചോദിച്ചിട്ട്. പിന്നെ ഞാൻ കുറച്ച് അയാന് ഞാൻ പഴം വാട്ടിയത് അധികം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അവൻ വേറെ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാറില്ല. അതുകൊണ്ട് മാക്സിമം അത് കൊടുക്കാൻ ശ്രമിക്കും. പിന്നെ കുറച്ച് ഉള്ളി, പച്ചമുളക്, തക്കാളി അങ്ങനത്തെ സാധനങ്ങളിലും ഞാൻ പിന്നെ ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സിലാണ്, സ്റ്റോറേജ് ബോക്സിലാണ് ഞാനിത് വെക്കാറ്. അത് പ്ലാസ്റ്റിക്കാണ്. ഞാൻ പ്ലാസ്റ്റിക് അവോയ്ഡ് എന്ന് പറഞ്ഞിട്ട് ചില സാധനം നമുക്ക് പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അത് പ്ലാസ്റ്റിക്കാണ്. പിന്നെ ഇത് ഞാൻ ഐക്കയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊക്കെ എടുത്തു വെച്ചിട്ട് പിന്നെ ഞാൻ പോയി കുറച്ച് നേരം കിടന്നു, റെസ്റ്റ് എടുത്തു. പിന്നെ വൈകുന്നേരം എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് വിളക്ക് കത്തിച്ചു. അയാനൊക്കെ തൈക്കോണ്ടിൻ്റെ ക്ലാസ്സിന് പോയതുകൊണ്ട് പിന്നെ വിളക്ക് കത്തിച്ചിട്ട് ഞാൻ കുറച്ച് നേരം കോലായിലിരുന്നു. അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മഴക്കാറുള്ളത് പോലെയുണ്ട്, പക്ഷെ മഴയൊന്നും പെയ്തിട്ടില്ല. നല്ല ഒരു ചൂട് അത്ര നേരം ഉണ്ടായിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരും വന്നു. അയാൻ സൈക്കിൾ എടുത്തിട്ടാണ് വരിക. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഓടിയതാണ് അവൻ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.